സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കീഴുകയാടോ നീ നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കീഴുകയാടോ നീ നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കീഴുകയാടോ നീ നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. ദുഃഖമേ നീ പോകൂ കിടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. ദുഃഖമേ നീ പോകൂ കിടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. മരണമേ നീ വരികയെന്റെ പ്രണയഗാനം കേൾക്കൂ നീയും ഏറ്റുപാടാൻ പോരൂ സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കീഴുകയാടോ നീ നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. അമൃതയുടെ സോങ് സെലക്ഷൻ നല്ല സോങ്. താങ്ക് യു സർ. വളരെയധികം നമുക്ക് നൊസ്റ്റാൾജിയ വരുന്നൊരു പാട്ടാണ് ഇത് കേൾക്കുമ്പം. പാട്ടിൽ പിച്ചിങ് പലയിടത്തുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. അമൃത പാടുന്ന സമയത്ത് ഫീൽ ചെയ്തിരുന്നു പിച്ചിങ് പ്രോബ്ലംസ്. പിന്നെ ഒരു കാര്യം എനിക്ക് പിച്ചിങ്ങൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ ശരിയാക്കാം. പക്ഷെ ഒരു കാര്യം റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് പ്രിലിംസ് തൊട്ട് ഞാൻ അമൃതയുടെ അടുത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു.
ഒട്ടും എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നാത്തൊരു കാര്യമാണ് പാടുമ്പം ചെവിട് പിടിച്ച് പാടുന്നത്. അത് പണ്ട് ആരോ തുടങ്ങി വെച്ചൊരു എക്സ്പ്രഷനാണ്. ചിലപ്പോൾ നമ്മൾ പാടുന്നത് നമുക്ക് തന്നെ കൂടുതൽ കേൾക്കാനായിരിക്കും. പക്ഷേ അപ്പോൾ മൈക്ക് സ്റ്റാൻഡിലായിരുന്നെങ്കിൽ 2 കൈയും ചെവിട്ടിൽ വെച്ച് പാടിയേനെ. ഒരു കയ്യിൽ മൈക്കുള്ളത് കൊണ്ടാണ് ഒരു കൈ മാത്രം ചെവിയിൽ വയ്ക്കുന്നത്. അത് അറിയാണ്ട് വരരുത്. സൂപ്പർ സ്റ്റാറിൽ അങ്ങനത്തെ ഒരു സംഭവം വരാൻ പാടില്ല. നെക്സ്റ്റ് ടൈം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ്. കാരണം അത് ഒരു ഒട്ടും കാണുമ്പോൾ ഇമ്പ്രസീവ് അല്ല. നമ്മളുടെ പാട്ടുകാരിൽ പലവരും അത് ചെയ്യുന്നുണ്ട്. ഞാനത് ഒരിക്കലും അതോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നൊരു ആളല്ല. പിന്നെ അനുപല്ലവിയുടെ സെക്കൻഡ് ഹാഫ് ട്യൂൺ പഠിച്ചത് തെറ്റാണോ എന്നെനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് ആ ലൈൻ മാത്രം ഒന്ന് മോളോ. ഓക്കെ, വിച്ച് മീൻസ് അമൃതയ്ക്ക് സംഗതി എന്താണെന്ന് അറിയാം. പക്ഷേ പാടി വന്നപ്പം അത് നേരത്തെ മിസ്സിങ് ആയിരുന്നു അല്ലേ അൽഫോൻസ്? ഓക്കെ, അപ്പോൾ അത് ഒരു കുറ്റമായിട്ട് പറയേണ്ട ആവശ്യമില്ല, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗുഡ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതുമാതിരി ശ്രദ്ധിക്കണം. അമൃത പാട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കര കോൺഷ്യസ് ആണ്, ഭയങ്കര ഡള്ളായി. ഞാൻ പാടുന്നത് ശരിയാണോ എന്നിങ്ങനെ ആലോചിച്ചാണ് പോകുന്നത് മുഴുവൻ. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലും ആ ഒരു ഭാവമാണ് മുഖത്തുള്ളത്. ടെൻഷനാണ് കൂടുതൽ, ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോധപൂർവം കുറേ കാര്യങ്ങൾ തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട്. ജഡ്ജ് പറയുന്നുണ്ട് ഫ്രം ദ ബിഗിനിങ്, തുടക്കം തൊട്ടേ ഈ സൂപ്പർ സ്റ്റാറിന് വേണ്ടി നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ആക്കാനായിട്ട് മൈക്കിൻ്റെ പ്രശ്നം, ചെവിയിൽ വെക്കാൻ പാടില്ല, ആടാൻ പാടില്ല, വളരെ ലൈവ്ലി ആയിരിക്കും, പല കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഓരോരോ പ്രാവശ്യവും അത് തിരിച്ച് പറയാനുള്ള ഒരു ഇടവരുത്തരുത്. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചായിരുന്നു ആ ഭാഗം വേറെ എന്തോ ആണ് പാടിയത്. പിന്നെ പറയാൻ തോന്നിയത് രജനി ഗന്ധി എന്നാണ് പറഞ്ഞത്. ഗന്ധി അത് ചില വാക്കുകളുടെ പറച്ചിൽ അത് ക്ലിയർ ആവുന്നില്ല. പാടി ഇങ്ങനെ എവിടെയോ കൊണ്ട് എത്തിക്കുന്നു. അപ്പോൾ അത് വാക്കുകളും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്താണെങ്കിലും ഒരു വലിയൊരു ടാസ്ക്കാണ് ശരിക്കും ഫ്രണ്ടിലുള്ളത്. കാര്യം ഒരു ചെറിയൊരു നൂലിഴ ഇതിൽ നമ്മൾ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം. അതിഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ച രണ്ടുപേരെ നമ്മൾ മറന്നുകൂടാ. സുമേഷ് ആൻഡ് മിസ്റ്റർ പ്രേം, വെരി ഗുഡ് ജോബ്.